നമസ്കാരം. ശനിയുടെ രാശിമാറ്റത്തിലൂടെ 2025 എന്ന പുതുവർഷത്തിൽ സുപ്രധാനമായ ഗ്രഹ സംയോഗങ്ങൾ സംഭവിക്കുകയാണ്. അതിൽ ഒന്നായി പരാമർശിക്കുന്നത് ശനി ബുധ സംയോഗമാകുന്നു. 2025 തുടക്കത്തിൽ തന്നെ ശനി ബുധ സംയോഗം സംഭവിക്കുന്നതുമാണ്. അതിനാൽ തന്നെ പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ, പല നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാകുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം കുംഭം രാശിയിൽ ശനിയും ബുധനും ഒത്തുചേരുകയാണ്. ഈ സംയോഗം 3 രാശികളിൽ ജനിച്ചവർക്ക് ഏറ്റവും അനുകൂലം തന്നെയാകുന്നു. ഇവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരാം. ബിസിനസ് പരമായ വളർച്ച, പരിശ്രമത്തിലൂടെ ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെയും ശനിയുടെയും കൂടിച്ചേരൽ ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഈ സംയോഗം മേടം രാശിയുടെ 11ാം ഭാവത്തിലാണ് സംഭവിക്കുക. അതിനാൽ തന്നെ ഈ വർഷം ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ, പ്രധാനമായും ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്രതീക്ഷിതമായ ഉയർച്ച, പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. സമ്പത്ത് ജീവിതത്തിൽ ആർജിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആ കാര്യം അനുകൂലമായി തീരുവാൻ സാധിക്കും. കാരണം കഠിനമായ പരിശ്രമത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സന്താനങ്ങൾക്ക് അനുകൂലമാകാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യയിൽ പോലും സന്താനങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം തേടിയെത്താം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ ആകാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ലോട്ടറി പോലും അല്ലെങ്കിൽ ഭാഗ്യക്കുറി പോലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബ ദേവതയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. കുംഭം, അവിട്ടം, ചതയം, പൊരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽ വരുന്നത്. ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ബുധന്റെയും ശനിയുടെയും സംഗമം കൂടുതൽ മംഗളകരമായി തീരുന്ന സമയമാണ്. കാരണം ഈ സംയോഗം ഇവരുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുക. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഇവർക്ക് ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സമൂഹത്തിൽ ഇവർക്ക് സ്വീകാര്യത ഏറും. ഇവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കാര്യവിജയങ്ങൾ, കാര്യതടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. 2025 ബിസിനസ് പരമായ നേട്ടങ്ങൾ, ലാഭം കൊയ്യുവാനുള്ള അനുകൂലമായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം ശശ രാജയോഗവും ലഭിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ, ഉയർച്ച കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും.
കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ പ്രയാസങ്ങൾ, പരാധീനതകൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മനസ്സിൽ വളരെയധികം അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യവിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അല്പം കൂടി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയം കാണുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മിഥുനം, മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ശനിയും ബുധനും തമ്മിലുള്ള സംയോഗം മിഥുനം രാശിക്കാർക്ക് ഏറെ ഗുണകരമായി മാറുന്ന സാഹചര്യമാണ് രൂപം കൊള്ളുക. ഈ രാശിയുടെ 9ാമത്തെ ഭാവത്തിലാണ് ശനി ബുധ സംയോഗം സംഭവിക്കുക. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഈ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ, ഉദ്യമങ്ങളിൽ ഭാഗ്യത്തിന്റെ തുണ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ചെയ്യാൻ പൂർത്തിയാക്കുവാൻ അല്പം കൂടി സമയം നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുതിയ കോൺട്രാക്റ്റുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വിദേശ യാത്രാ മോഹങ്ങൾ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കണം. വരുമാനത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ച വന്നു ചേരാം. സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ഏതൊരു ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലമാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമാണ് എങ്കിലും ലഭിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് പോലും അപ്രതീക്ഷിതമായ നേട്ടം, ഉയർച്ചകൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.